എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്നത് മുതിര അഥവാ കൊള്ളു സാദമാണ്. കൊള്ളുപൊടി വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. മെലിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വരദാനമാണ് കൊള്ള്. മെലിഞ്ഞവർക്ക് എള്ള്, വണ്ണമുള്ളവർ കൊള്ളുമാണ് കഴിക്കേണ്ടത്. വണ്ണം വയ്ക്കാൻ എള്ള് കഴിക്കുക. അതുപോലെ വണ്ണം കുറയ്ക്കാനാണെങ്കിൽ കൊള്ള് 15 ദിവസം തുടർച്ചയായി കഴിച്ചാൽ മതി. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ഒറ്റയ്ക്ക് ആഹാരം പാകം ചെയ്യുന്നവർക്കും കൊള്ളുപൊടി ഉണ്ടാക്കി സൂക്ഷിച്ചാൽ എളുപ്പത്തിൽ ചോറിൽ കലർത്തി കൊള്ള അഥവാ മുതിരസാദം ഉണ്ടാക്കി കഴിക്കാം. നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ സ്വാദ് ഒന്നുകൂടി വർദ്ധിക്കും. ഈ കൊള്ളുപൊടി ഇഡ്ഡലി, ദോശ എന്നിവയ്ക്കെല്ലാം തൊട്ടുകൂട്ടാനായി ഉപയോഗിക്കാം. നല്ലെണ്ണയോ നെയ്യോ കൊള്ളുപൊടിയിൽ ഒഴിച്ച് ചാലിച്ച് ഉപയോഗിക്കാം. കൊള്ളുപൊടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കപ്പ് മുതിര അഥവാ കൊള്ള്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 സ്പൂൺ കായം, ഒരു ചെറിയ തുണ്ട് പുളി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയാണ്. വെളുത്തുള്ളി എണ്ണയിൽ വറുത്ത് ഇതിൻ്റെ കൂടെ പൊടിക്കുന്നവരുണ്ട്. നമ്മളിന്ന് വെളുത്തുള്ളി ചേർക്കാതെയാണ് കൊള്ളുപൊടി തയ്യാറാക്കുന്നത്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കപ്പ് മുതിര ചേർക്കുക. ഇനി സിമ്മിൽ 3-4 മിനിറ്റ് സമയമെടുത്ത് വറുക്കുക. മുതിര മൂക്കുമ്പോൾ പൊട്ടി വരും, അതാണ് പാകം. സിമ്മിൽ വറുത്താലേ കറക്റ്റായി മുതിര വഴണ്ടി വരികയുള്ളൂ. വറുത്ത മുതിര ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ 1 സ്പൂൺ കടലപ്പരിപ്പും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും ഞെട്ടികളഞ്ഞ 4 വറ്റൽമുളകും ചേർത്ത് വറുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങളിത് തയ്യാറാക്കുന്നതെങ്കിൽ ഓരോന്നും സെപ്പറേറ്റായി വറുക്കുക. 1/4 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് വറുക്കുന്നുണ്ട്. അതുപോലെ 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് വറുക്കുക. കുരുമുളകും ജീരകവും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് വഴറ്റാം. നന്നായി മൂത്ത് വരുമ്പോൾ 1 തുണ്ട് കായം ചേർത്ത് കൊടുക്കുക. കൂടെ 2 ചെറിയ തുണ്ട് പുളി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. പുളി ചേർക്കാതെയും ഇത് തയ്യാറാക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് തണുക്കാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തണുത്ത ശേഷം മിക്സിയിൽ ആദ്യം വറ്റൽമുളകിട്ട് പൊടിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവ ചേർത്ത് പൊടിക്കാം. പൊടിച്ച പൊടി ഒരു തട്ടിലേക്ക് കൊട്ടി പരത്തി ചൂടാറാൻ വയ്ക്കുക. മിക്സിയിൽ പൊടിക്കുമ്പോൾ പൊടിക്ക് ചൂടുണ്ടാവും. ചൂടോടെ അടച്ച് കുപ്പിയിലാക്കി വെച്ചാൽ പെട്ടെന്ന് പൂപ്പൽ പിടിച്ച് കേടുവരും. നല്ലപോലെ തണുത്ത ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല പൊന്നിയരി ചോറും ഈ മുതിരപ്പൊടിയും കുറച്ച് നെയ്യുമുണ്ടെങ്കിൽ സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെയില്ല. ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് അതിന് മുകളിൽ കുറച്ച് മുതിരപ്പൊടി കൂടിയിട്ട് നടുക്ക് കുഴച്ച് ഇളം ചൂടുള്ള നെയ്യ് കൂടി ഒഴിച്ച് ചാലിച്ച് ഒരു ഉരുള ഉരുട്ടി കഴിച്ചു നോക്കൂ. സ്വാദിഷ്ടമായ മുതിരസാദം റെഡി. മുതിരസാദം ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പെട്ടെന്ന് കറികളൊന്നും വെക്കാൻ സമയമില്ലാത്ത നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ഇതുണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ അഭിപ്രായം പറയുമല്ലോ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോഷകഗുണം ഏറെയുള്ള മുതിരസാദം ഉണ്ടാക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.